ഹലോ ഗായ്സ്, വെൽക്കം ടു അസ്ലംസ് യൂണിവേഴ്സ്. അപ്പോൾ അധികം വലിച്ചു നിന്നിരുന്നില്ല. ടൈറ്റിൽ പോലെ തന്നെ നമ്മൾ കാത്തിരുന്നൊരു മൂവിയാണ് മാർവൽ സ്റ്റുഡിയോസിൻ്റെ തണ്ടർ ബോൾട്സ് പ്ലസ് ആസ്ട്രിക്. ആ മൂവി കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മോസ്റ്റ് എക്സൈറ്റഡ് ഫിലിമാണ്, മോസ്റ്റ് അവൈറ്റഡ് ഫിലിമാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്യാപ്റ്റൻ അമേരിക്കയുടെ ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഇതിനിടയിൽ ഡെയർ ഡെവിലിൻ്റെ ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. അത് കാണാത്തവർ കാണണം. അത് നല്ലൊരു സീരീസാണ്. പഴയ നെറ്റ്ഫ്ലിക്സ് സീരീസിൻ്റെ കണ്ടിന്യൂഷനും അതുപോലെ തന്നെ മാർവൽ സ്റ്റുഡിയോസിൽ MCUവിൽ ഇപ്പോൾ നടക്കുന്ന ഇവൻറ്റ്സും കണക്ട് ചെയ്തിട്ട് അതിഗംഭീരമായിട്ട് തന്നെ ആ സീരീസ് അവർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും അതിഗംഭീരമാവെന്ന് വിചാരിക്കുന്നു. ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ വൻ പൊളിയാണ്. എല്ലാം ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടേഴ്സായിരുന്നു. എല്ലാം ഒരു വില്ലനിൽ നിന്ന് വന്ന് അല്ലെങ്കിൽ നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ട് ഡാർക്ക് സൈഡ് നിന്ന് വന്നിട്ടുള്ളൊരു ടീമാണ്. അവരെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ആദ്യമായിട്ട് റിവ്യൂണായിട്ട് ചെയ്തിട്ട് ഒരു മിഷൻ ഇറങ്ങുന്ന. അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ മൂവിക്ക്. അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് മൂവി കാണാം. മൂവി കണ്ടിട്ട് എൻ്റെ റിയാക്ഷൻ തരുന്നതായിരിക്കും. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ പ്രൊഫഷണൽ റിവ്യൂവറോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. ആസ് എ മാർവൽ ഫാൻ പോയി കാണുന്നു, എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ബൈ, സീ യു അറ്റ് ദ മൂവീസ്. ഗൈസ്, അപ്പോൾ പടം ആസ് എക്സ്പെക്റ്റഡ് അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. എന്താ പറയുക, വിചാരിച്ച അത്രയും അടിപൊളിയായി. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് തിയേറ്റർ വാസ് ഫുൾ ഓഫ് മാർവൽ ഫാൻസ്. എല്ലാവരും ഓരോ ക്യാരക്ടർ വരുമ്പോൾ കൈയടിക്കുന്നതും ഓളിടുന്നതും ഒക്കെ ഒരു മാറൽ, ഒരു മുന്നേ അവഞ്ചേഴ്സൊക്കെ കണ്ടവർക്ക് ഒരു ഫീല്. അവഞ്ചേഴ്സ് കഴിഞ്ഞിട്ട് ഭയങ്കര ഗ്രൗണ്ടഡ് ആയിട്ടും അതുപോലെ തന്നെ പുതിയ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി മാർവൽ പടമായിരുന്നു ഗൈസ്. എന്തായാലും ഇത് തിയേറ്ററിൽ പോയി തന്നെ കാണണം, തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടണം. അതുപോലെ തന്നെ ഇതിൽ 2 എൻഡ് ക്രെഡിറ്റ് സീനാണുള്ളത്. ഒന്ന് ഫൺ ബേസ്ഡും ഒന്ന് മാർവലിൻ്റെ ഫ്യൂച്ചറിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അടിപൊളിയായിരുന്നു, അടിപൊളി പടമായിരുന്നു. ഇനി അടുത്തത് ജൂണിലാവുന്നു ഫാന്റാസ്റ്റിക് ഫോർ. അത് കാണണം, അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇറ്റ്സ് സോ ഗുഡ്, വെർത്തായിരുന്നു പടം. എന്തായാലും അത് അടിപൊളിയായി. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ പടം ഈസ് അടിപൊളി. മുന്നത്തെ ക്യാപ്റ്റൻ അമേരിക്ക ന്യൂ ബ്രേവ് ഹോൾഡറിനെ വെച്ച് നോക്കുമ്പോൾ ഈ പടം സൂപ്പർ, എത്രയോ മുകളിലാണ് ഈ പടം നിൽക്കുന്നത്. അപ്പോൾ കാൺ വെയിറ്റ് ഫോർ ഫാന്റാസ്റ്റിക് ഫോർ. അപ്പോൾ അടുത്ത ജൂണിൽ കാണുന്നു.